ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ മസനഗുഡി കാടിൻ്റെ ഉള്ളിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുവശങ്ങളിലും നല്ല കാടാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഈ റോഡാണ് ഈ അതിമനോഹരമായ റോഡാണ്. നല്ല കാറ്റാണ് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റാണ്. നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ വെയിലിൻ്റെ ചൂടൊന്നും നമ്മൾ അറിയുന്നില്ല. മാൻകൂട്ടങ്ങളെയും ആനക്കൂട്ടങ്ങളെയൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഇനി മറ്റു മൃഗങ്ങളെ കാണുമെന്നും അറിയില്ല. ഇതിലൂടെ നമുക്ക് മാക്സിമം സ്പീഡിൽ ഓടിച്ച് പോകാൻ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ചാൽ 100 മീറ്റർ കഴിയുമ്പോൾ അമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലോ ആക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം 40 സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഈ റോട്ടിലൂടെ ബൈക്കും കൊണ്ട് സഞ്ചരിക്കുന്നത് വളരെ ഡേഞ്ചറാണ്. കാരണം എല്ലാ വന്യമൃഗങ്ങളും ഇല്ല കാടാണ്. അപ്പോൾ ഏത് സമയത്തും അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ ഒരുപാട് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്, അതുപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഡേഞ്ചറാണ്, വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതേ റൂട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ഈ 2 സൈഡിൽ കാണുന്ന പച്ചപ്പൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ കാരണം എല്ലാം ഉണങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ 2 സൈഡും അടിപൊളിയാണ്. നല്ല പച്ച വിരിച്ച ഗ്രൗണ്ട് പോലെ ഉണ്ട്. നമ്മുടെ അടുത്ത് ബൈക്ക് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്ലോ ആക്കാൻ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എല്ലാവിധ വന്യജീവികളും ഇല്ല കാടാണ്. ഇതിലൂടെ സഞ്ചരിക്കാൻ ഏറ്റവും നല്ലത് കാറാണ്. കാറാകുമ്പോൾ നമുക്ക് സ്ലോ ആക്കിയാണ്ട് എല്ലാ കാഴ്ചകളും സാവധാനം കണ്ടു പോവാം.